ഞാൻ ഡോക്ടർ അർജുൻ അശോകൻ, പ്ലാസ്റ്റിക് സർജനാണ്, റെനെ മെഡിസിറ്റി ഹോസ്പിറ്റൽ കൊച്ചിനിൽ. പലരും എന്നോട് ചോദിക്കാറുണ്ട്, എന്താണ് ഈ പ്ലാസ്റ്റിക് സർജറി? സാറ് പ്ലാസ്റ്റിക് സർജൻ ആണല്ലോ, അപ്പോൾ സാറ് പ്ലാസ്റ്റിക് വെച്ച് കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവുന്നു. എന്നാൽ ഞങ്ങൾ പ്ലാസ്റ്റിക് സർജറിയിൽ പ്ലാസ്റ്റിക് എന്നൊരു സാധനം ഉപയോഗിക്കുന്നേ ഇല്ല. എന്തുകൊണ്ടാണ് ഇതിനെ പ്ലാസ്റ്റിക് സർജറി എന്ന് വിളിക്കുന്നത്? അതൊരു ഗ്രീക്ക് വേർഡാണ്, പ്ലാസ്റ്റിക്കോസ്, അതായത് കടഞ്ഞെടുക്കുക, മോൾഡ് ചെയ്യുക എന്നുള്ളൊരു പദമാണ്. അതിൽ നിന്നാണ് പ്ലാസ്റ്റിക് സർജറി എന്ന പദം വന്നത്. കാരണം നമ്മൾ പലതും നമ്മുടെ ബോഡിയിൽ കടഞ്ഞെടുക്കും. ചിലപ്പോൾ ഒരു ഭാഗത്തൊരു ദശ എടുത്ത് മാറ്റി വേറെ സ്ഥലത്തുനിന്ന് ദശ എടുത്ത് കടഞ്ഞ് അതേപോലെ മുഖം പോലെ രൂപാന്തരപ്പെടുത്തേണ്ടി വരും. ചിലപ്പോൾ കൈയോ കാലോ ഒക്കെ മുറിഞ്ഞ് ചിലപ്പോൾ വിരൽ അറ്റുപോയിട്ട് ആ വിരൽ തിരിച്ചു വെക്കേണ്ടി വരും. ചിലപ്പോൾ വിരലില്ലാത്ത ആൾക്കാർക്ക് കാലിലെ വിരൽ ചെറുവിരലിന് വല്ലോ തള്ളവിരലിന് വരലോ വെക്കേണ്ടി വരും. അങ്ങനെ നമ്മൾ മൊത്തത്തിൽ മോൾഡ് ചെയ്യുകയാണ്. അതുകൊണ്ടാണ് ഇത് പ്ലാസ്റ്റിക് സർജറി എന്ന പേരിൽ അറിയപ്പെട്ടു തുടങ്ങിയത്. അല്ലാതെ ഇതിൽ പ്ലാസ്റ്റിക് ഒരു സാധനം നമ്മൾ ഉപയോഗിക്കുന്നേ ഇല്ല. നമ്മൾ പല ഇംപ്ലാന്റ്സ് ഉപയോഗിക്കാറുണ്ട്. ഇപ്പോൾ സ്ത്രീകൾക്ക് മാറ് വലുതാക്കാൻ വേണ്ടി സിലിക്കോൺ ഇംപ്ലാന്റ് ഉപയോഗിക്കാറുണ്ട്. താടിക്ക് കുറച്ചും കൂടി കനം കൂട്ടാൻ വേണ്ടി മെഡ്പോർ ഇംപ്ലാന്റ് ഉപയോഗിക്കാറുണ്ട്. ഫാറ്റ് ഉപയോഗിക്കാറുണ്ട്. നമ്മുടെ ഒരു ഫെമിനിൻ ബോഡി കിട്ടാൻ വേണ്ടി, നാരോ ഹിപ്പായ ആൾക്കാർക്ക് കുറച്ചും കൂടി ആ ഫെമിനിൻ രൂപം കിട്ടാൻ വേണ്ടി ഫാറ്റ് ഉപയോഗിക്കാറുണ്ട്. അവിടെ സിലിക്കോൺ ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ പല ഇംപ്ലാന്റ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. എന്നാൽ പ്ലാസ്റ്റിക് നമ്മൾ ഉപയോഗിക്കാറേ ഇല്ല.